അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങൾ 20-ന്റെ 14-15. ചില വാക്യങ്ങൾ രാത്രികാലം എനിക്ക് വായിക്കണം. അത് വായിച്ച് വായിക്കാൻ ആരെങ്കിലും തയ്യാറായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്തന്യാവിന്റെ മകനായ യെയ്യേലിന്റെ മകനായ ബനായാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസിയേൽ എന്നൊരു ലേവ്യന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്നാൽ, യഹൂദ്യർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുകയും, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അല്പസമയം സംസാരിപ്പാൻ ഇന്ന് രാത്രികാലം ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനത്തോടെ ഇന്ന് രാത്രികാലം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, വചനത്തെ ഭാഗിച്ചു തരണമേ. നിന്റെ ജനത്തെ ഇന്ന് രാത്രികാലം അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. നിന്റെ നാം മഹത്വം എടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം തന്റെ ഭക്തന്മാരെ വിളിച്ച് ഇറക്കുമ്പോൾ അവർക്ക് ഉന്നതമായ വാഗ്ദത്തങ്ങളെ കൊടുത്താണ് വിളിച്ചിറക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ, പഴയത്തിൽ നമ്മൾ പശ്ചാത്തലമായി ചിന്തിച്ചാൽ, അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോഴും ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോഴും ഉന്നതമായ വാഗ്ദത്തങ്ങൾ നൽകിയാണ് അവരെ വിളിച്ചിറക്കിയത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന്റെ നാമമായ യഹോവ എന്നുള്ള പദം തന്നെ നമ്മൾ എടുത്താൽ അതിനകത്ത് ഹാവ എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. ആ ധാതുവിൽ നിന്നാണ് യഹോവ എന്നുള്ള പദം ഉണ്ടായത്. ആ ഹാവ എന്ന പദത്തിന്റെ അർത്ഥം ടു ബിക്കം നോൺ, അല്ലെങ്കിൽ പ്രത്യക്ഷമായി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ യഹോവ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ദൈവത്തിനോട് ശ്രദ്ധിച്ചു പഠിച്ചാൽ പ്രോഗ്രസീവായിട്ട് തന്നെ വെളിപ്പെടുത്തി തന്റെ ജനത്തിന് കൊടുക്കുന്ന ദൈവം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം തന്നെ. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അവനെ അളക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. സമ്പൂർണ്ണമായ അറിവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ദൈവത്തിന് പല പേരുകളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ഓരോ പേരിലും ദൈവം പ്രത്യക്ഷമായ അവസരങ്ങളെ നോക്കിയാൽ ഓരോരോ സാഹചര്യങ്ങളിലൂടെ തന്റെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ചു നിർത്താനും താൻ എങ്ങനെയുള്ള വ്യക്തിത്വമാണ് തൻ്റെതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും വേണ്ടി ഉള്ള ഒരു നാമമാണ് ദൈവം ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ആദ്യമായിട്ട് യഹോവയുടെ നാമം ആയിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് യഹോവ ഇരേ എന്നുള്ള പദമാണല്ലോ. തന്റെ ഏകജാതനായ പുത്രനെ, നിത്യത മുതൽ തന്റെ മടിയിലിരുന്ന പുത്രനെ ലോകത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അതിൽ എത്രമാത്രം അന്തർക്ഷോഭം, എത്രമാത്രം വേദന ഹൃദയത്തിന് ഉണ്ടാകും എന്നുള്ളത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ, ഒരു റോൾ പ്ലേ നടത്തുവാൻ, സൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ആവശ്യപ്പെട്ടു. അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനുമായിട്ട് മോറിയ മലയുടെ മുകളിലേക്ക് യാത്ര കഴിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ തന്റെ മകനെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പദമാണ് യഹോവ ഇരേ. യഹോവ നോക്കിക്കൊള്ളുമെന്നുള്ളത്. യഹോവ എന്ത് നോക്കിക്കൊള്ളുമെന്ന? യഹോവ യാഗത്തിന് ഒരു മൃഗത്തെ നോക്കിക്കൊള്ളും. അല്ല, നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ യഹോവ തനിക്ക് ഒരു യാഗത്തെ നോക്കിക്കൊള്ളും എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ആ വിഷയത്തിൽ വ്യക്തമായ ദർശനം കിട്ടത്തക്ക രീതിയിൽ ഒരു പേര് ദൈവം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നതായ സമയത്ത് ദൈവം തമ്പുരാൻ വീണ്ടും ഇറങ്ങി വന്നു. ഉന്നതമായ വാഗ്ദത്തങ്ങളെ കൊടുത്ത ജനത്തെ മുമ്പോട്ട് വിടുകയാണ്. അന്ന് ദൈവം ചില കാര്യങ്ങൾ അവർക്ക് വാഗ്ദത്തം ചെയ്തു. അവരുടെ യാത്രയ്ക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം തന്റെ നാമത്തിൽ, ഒരു പ്രത്യേക നാമത്തിൽ അവർക്ക് വെളിപ്പെടുകയായിരുന്നു. ആ നാമം എന്തെന്ന് ചോദിച്ചാൽ യഹോവ റാഫ എന്നുള്ള നാമമാണ്. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കാരണം നിങ്ങൾ മുള്ളുള്ള വഴിയിലൂടെ നടക്കാൻ പോകുന്നു, തേളുകളുള്ള വഴിയിലൂടെ നടക്കാൻ പോകുന്നു, അഗ്നി സർപ്പങ്ങളുള്ള വഴിയിലൂടെ നടക്കാൻ പോകുന്നു. അങ്ങനെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയായിട്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അതാണ് ദൈവം പറഞ്ഞതിന്റെ അർത്ഥം. വീണ്ടും നമ്മൾ നോക്കുന്നതായ സമയത്ത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ആണ് ദൈവത്തിന്റെ അടുത്ത പേര് നമ്മൾ കാണുന്നത് യഹോവ നിസി, യഹോവയുടെ കൊടി. അങ്ങനെ പറയുവാൻ കാരണം എന്താണ്? അമാലെക്കിന് മേൽ വിജയം നേടുന്നത് ദുഷ്കരമായി തോന്നിയതായ ദിവസത്തിൽ
എങ്ങനെ യഹോവയുടെ നാമത്തിൽ അവരുടെ മേൽ ജയമെടുക്കുവാൻ കഴിയും എന്ന് ഭാരപ്പെട്ടുകൊണ്ട് ഇരുന്നതായ ജനം ഇതാ മോശയുടെ കരയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ മേൽ ജയം നേടിയെങ്കിലും അവസാനമായിട്ട് പറയുന്നത് മോശയല്ല നമ്മുടെ ബാനർ, യഹോവയാണ് നമ്മുടെ ബാനർ. നമ്മുടെ കൊടി മോശയല്ല, യഹോവയാണ്. നിനക്ക് അമാലേക്ക് പറഞ്ഞ ജഡത്തിന്മേലെ സാദൃശ്യമായി നിൽക്കുന്നതാണ് നമുക്കറിയാമല്ലോ. നിനക്ക് ജഡത്തെ ജയിച്ച് മുന്നോട്ട് പോകുന്നത് അസാധ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പോലും നിന്റെ കൊടിയെ ഉയരത്തിൽ പറപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്. മുമ്പോട്ട് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ യഹോവയുടെ പേരും പഴയത്തിൽ കാണുന്നിടത്ത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി താൻ ആരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം ആ നാമം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യാഥാർത്ഥ്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആണ് യഹോവ ശാലോം എന്നുള്ള പദം നമ്മൾ കാണുന്നത്. യഹോവന്റെ സമാധാനം. ഗിദെയോന്റെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ, പ്രക്ഷോഭനമായിരുന്ന അവന്റെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവന്റെ ജീവിതത്തിലേക്ക് സമാധാനമായിട്ട് കടന്നു വന്നു. എല്ലാം വിശദീകരിക്കുന്നതിന്റെ മുമ്പിൽ സമയമില്ല. കാലം മുമ്പോട്ട് പോയി പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ പഴയ കാലത്തെ പ്രവാചകന്മാരുടെ അംശമായും വിവിധമായും പ്രത്യക്ഷപ്പെട്ട് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ദൈവം ഒടുവിലായിട്ട് പുത്രൻ തമ്പുരാനിലൂടെ സമ്പൂർണമായ വെളിപ്പാട് നമുക്ക് തന്നപ്പോഴും ഒരു പുത്തൻ പേരിലാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. എന്തായിരുന്നു ആ പേര്? ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഓരോ പേരും വേദപുസ്തകത്തിൽ വായിക്കുന്ന ദൈവത്തിന്റെ ഓരോ പേരിനും വളരെ പ്രസക്തിയുണ്ട്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന ഒരു ജനത്തിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ഒന്നാണ് ഓരോ പേരും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതിനേക്കാളൊക്കെ രസകരമായിട്ട് വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു പേരുണ്ട്, ദൈവത്തിന്റെ ഒരു പേരുണ്ട്. അത് യുദ്ധവീരനായ യഹോവ എന്നുള്ള പേരാണ്. യുദ്ധവീരനായ യഹോവ. പുറപ്പാട് പുസ്തകത്തിൽ തന്നെയാണ് ദൈവം ആ പേരോടുകൂടെ ആദ്യമായിട്ട് ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മുമ്പോട്ട് വരുന്ന വാഗ്ദത്ത നാടിനെ കൈവശമാക്കുവാൻ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് പല യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുന്നതായിട്ടുണ്ടായിരുന്നു. പല യുദ്ധങ്ങളുടെ മേൽ ജയം നേടുന്നുണ്ടായിരുന്നു. എങ്ങനെ ജയം നേടുവാൻ കഴിയും എന്ന് ഭാരപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായ ജനത്തിന് മുമ്പിൽ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ല യുദ്ധത്തിൽ ജയം നേടാൻ പോകുന്നത്, ഞാനാണ് ജയം നേടാൻ പോകുന്നത്. കാരണം യുദ്ധവീരനായ യഹോവയായിട്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ യുദ്ധം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ദൈവത്തിന് കാണുവാൻ കഴിയുന്നതിന് രാത്രികാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവയുടെ യുദ്ധം യഹോവയുടെ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ യുദ്ധത്തിന് ജയം കാണുവാൻ കഴിയത്തുള്ളൂ. ഇന്നലെ രാവിലെ ഇവിടെ നടന്ന ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷനിൽ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ സുവിശേഷ വേല വിജയിക്കത്തുള്ളൂ എന്നതുപോലെ ദൈവത്തിന്റെ യുദ്ധം ദൈവത്തിന്റെ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ വിജയിക്കുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് ദൈവത്തിന്റെ രീതിയിൽ യുദ്ധം ചെയ്യുക എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദാവീദ്, ബാല്യക്കാരനായ ദാവീദ് ഗോലിയാത്തിന് നേരെ പാഞ്ഞു കയറി ചെല്ലുന്നതായ ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ബാല്യക്കാരനായ ദാവീദ് ഗോലിയാത്തിന് നേരെ പാഞ്ഞു കയറി ചെല്ലുമ്പോൾ ആ ചെറുപ്പക്കാരനായ അഭിഷിക്തനായ ദൈവത്തിന്റെ ദാസന് എത്ര ഉന്നതവും ശ്രേഷ്ഠമായ ദൈവികമായ വെളിപ്പാടാണ് ലഭിച്ചിരുന്നത് എന്ന് നോക്കുക. അതിന്റെ 45 മുതൽ വാക്യം വായിക്കുമ്പോൾ ദാവീദ് പ്രകാരം പറയുന്നു, ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്നു നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫലിസ്തീയ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. എങ്ങനെ അറിയും? യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ